നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് ജസ്റ്റ് നോക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് നമുക്ക് ഈ ഒരു ഡെക്കിന്ന് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് കുറച്ച് മെസ്സേജസ് ആയിട്ടും ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, എന്താ കിട്ടുന്നത് നോക്കാം. ലെറ്റ്സ് സീ. ബന്ധത്തിൽ എന്താ നടക്കുന്നത് എല്ലാം അറിയാം. ഓക്കെ, ഫാമിലി റൂം, ഗിഫ്റ്റ്, false person, distant horizon, and official person. നിങ്ങളുടെ പേഴ്സൺ എവിടെയോ ഒരു വിഷമത്തിലിരിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗമാണ് ഞാൻ വായിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ അവർ ഒരു വിഷമത്തിലിരിക്കുന്ന തരത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവാം. ഇവിടെ മേ ബി നിങ്ങൾ മാരീഡ് ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നിങ്ങൾ കാണുന്ന റീഡിങ് നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഉദ്ദേശിച്ച് കാണുന്നത്. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള പേഴ്സൺ അവർ മാരീഡ് അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് എന്നൊരു സിറ്റുവേഷൻ എനിക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഫാമിലി തടസ്സം എന്ന രീതിക്കും എടുക്കാം. ഓക്കെ, ഫാമിലി അതായത് ഫാമിലി ഉണ്ട് എന്ന രീതിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. എന്തെങ്കിലും ഒരു സ്ട്രെസ്സ്, അതിനെക്കുറിച്ചൊരു സ്ട്രെസ്സോ കാര്യങ്ങളോ നടക്കുന്നുള്ളത്. ഇവിടെ ഗിഫ്റ്റ് കാണുന്നുണ്ട്. ഞാൻ ഐ തിങ്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പിന്നെ പറയാം. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ള കാണുന്ന ആദ്യം പറയാം. ഇവിടെ ഒരു ഫോൾസ് പേഴ്സൺ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, സോ മേ ബി നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ ഒരു ഫോൾസ് വ്യക്തി ഉണ്ട് എന്ന രീതിക്ക് എടുക്കാം. അതായത് ഒരു തേർഡ് പാർട്ടി. ഓക്കെ, തേർഡ് പാർട്ടി ആരെങ്കിലും അവരെ ചതിച്ച് കാണാം എന്തെങ്കിലും. കാരണം എനിക്ക് എവിടെയോ ഈ ഗിഫ്റ്റ് എനിക്കൊരു നെഗറ്റീവ് എനർജിയാണ് തോന്നി, അല്ലാണ്ട് ഒരു നല്ലൊരു എനർജി അല്ല. ഓക്കെ, എവിടെ ഒരു നെഗറ്റീവ് എനർജി എന്ന രീതിക്കാണ് എനിക്ക് തോന്നി. ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നത്, എന്തെങ്കിലും പറയുന്നത്, ഓക്കെ എവിടെയെങ്കിലും ഒരു നമ്മൾ പറയില്ലേ ഒരു അതിലെന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊരു ഫീലിംഗ് ആണ് എനിക്ക് വന്നത്. പറയാൻ പോസിറ്റീവ് കാർഡാണ്, പക്ഷെ നമ്മൾ ഈ റീഡിങ് വെച്ച് പറയുമ്പോൾ എവിടെയോ ഒരു നെഗറ്റിവിറ്റി എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. തോട്ട്സ് ഒരു യെസ് ഉണ്ടോ? ഓക്യുപ്പേഷൻ. ഇത് ഒന്നുമില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കളവ് പോയി കാണാം. ഓക്കെ, അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കളവ് പോയി, അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കട്ടെടുത്തു, ചീറ്റ് ചെയ്തു അവരെ, അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. നിങ്ങളുടെ പേഴ്സണെ ആരോ ചീറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അഗെയിൻ അത് പണത്തിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് റിലേഷൻഷിപ്പിലായിരിക്കാം. കാരണം ഇവിടെ ജോലി എന്ന് കാണുന്നുണ്ട്. സോ മേ ബി ജോലി സ്ഥലത്ത് എന്തെങ്കിലും അവർക്കൊരു ഇഷ്യൂ വന്ന് കാണാം. ആൻഡ് ഇവിടെ അവർ ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നേരത്തെ ഡിസ്പയർ ഉണ്ടായിരുന്നു, ഇതുകൊണ്ട്. സോ എവിടെയോ ചിന്തകൾ എന്ന് കാണുന്നുണ്ട്. ബട്ട് ആ ചിന്തകളിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പോസിറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഓക്കെ, എവിടെയോ അതിൽ നമ്മൾ പറയില്ലേ ടെൻഷൻ സ്ട്രെസ്സിൻ്റെ ഒക്കെ ഇടയിൽ എവിടെയോ അവർക്കൊരു സമാധാനം കിട്ടുന്ന, അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ ഒരു നമ്മൾ പറയില്ലേ ഒരു അവർക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഓക്കെ, മേ ബി നിങ്ങളുടെ ഒരു സപ്പോർട്ടായിരിക്കാം, മേ ബി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് തന്നെ അവർക്കൊരു സമാധാനം കൊടുക്കുന്ന ഒരു തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിലിപ്പോൾ നടക്കുന്നുണ്ട്. നിങ്ങളും ഉണ്ട് ചിന്തയിൽ ഡെഫിനറ്റ്ലി. ഓക്കെ, നിങ്ങളെ മറന്നിട്ടൊന്നുമില്ല, പക്ഷേ ഐ തിങ്ക് നടക്കുന്ന ആൻഡ് ഇവിടെ മെയിൻ ഫീമെയിൽ ഉണ്ടായിരുന്നു. സോ ഇതുകൊണ്ട് കൂടിയിട്ടാണ്. കാരണം നിങ്ങൾ അവരുടെ മനസ്സിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വേറെ എന്തൊക്കെ ചുറ്റുപാട് നടക്കുന്നുണ്ടെങ്കിലും ശരി, അവർക്ക് നിങ്ങൾ അവരുടെ മനസ്സിൽ ഒരു ഏറ്റവും മെയിൻ ഒരു ക്യാരക്ടറായിട്ട് തന്നെ അവരുടെ ലൈഫിലുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ അബ്രോഡായിരിക്കാം. ഓക്കെ, വേറെ എവിടെയെങ്കിലും ദൂരേക്ക് മാറിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള അകൽച്ചയും പറയാം നമുക്ക്. അതിനേക്കാൾ കൂടുതൽ ഇവിടെ എനിക്ക് വേറെ നിങ്ങൾ ഒരുപാട് ദൂരെ പരസ്പരം കാണാൻ പറ്റാത്ത ഡിസ്റ്റൻസ് ആണ് എന്ന് തോന്നുന്നുണ്ട്. സോ ആ ഒരു ഡിസ്റ്റൻസും മേ ബി നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ടാവും കുറച്ചൊക്കെ. കാരണം സമയത്തിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഫ്രീ ആവുന്ന സമയങ്ങളിൽ അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. സോ അങ്ങനെയാവാം. എൻ്റെ ഇവിടെ ഒഫീഷ്യൽ പേഴ്സൺ കാണുന്നുണ്ട്. സോ അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, പേഴ്സൻ്റെ ലൈഫിൽ എന്തോ ഒരു സിറ്റുവേഷൻ നടക്കുന്നുണ്ട്. അതിപ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിരിക്കാം. ഓക്കെ, ഫാമിലിയുടെ എന്തെങ്കിലും തർക്കങ്ങൾ അങ്ങനത്തെ വല്ല കാര്യങ്ങളായിരിക്കാം. ഫാമിലിയിൽ എന്തെങ്കിലും പണം, ഫൈനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം, വാങ്ങുന്ന കാര്യം. സോ അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉള്ള പോലെയുണ്ട്. അതുമാത്രമല്ല ഇവിടെ ഒരു ഫോൾസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എവിടെയോ ആരോ അവരെ ചീറ്റ് ചെയ്ത തരത്തിലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഫാമിലി ആവണമെന്നില്ല. ഓക്കെ, ഫാമിലി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി സ്ഥലത്തോ എവിടെയെങ്കിലും ഒരു ചീറ്റിങ്ങും കുറച്ച് പേർക്ക് സംഭവിച്ചു കാണാം. സോ യെസ്, ഇത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഐ തിങ്ക് അവർ ചില
ടെൻഷനിലോ സ്ട്രെസ്സിലോ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങളെ മറന്നു എന്നൊരിക്കലും കരുതണ്ട. ഓക്കെ, ആൻഡ് ഇവിടെ 2 ആണ് നമ്പർ ആൻഡ് മെയിൽ ഫീമെയിൽ ആണ്. സോ നിങ്ങളാണ് അവരുടെ ലൈഫിൽ ശരിക്കും ഒരു പോസിറ്റിവിറ്റി കൊടുക്കുന്ന വ്യക്തി. ആൻഡ് അവരുടെ ചിന്തയിൽ എപ്പോഴും നിങ്ങളുണ്ട്, എവിടെയും അവർ നിങ്ങളെ മറന്നു കളഞ്ഞു എന്നൊന്നും നിങ്ങൾ തോന്നണ്ട. അവർക്ക് എന്തെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് അവർ ചില കാര്യങ്ങൾ അവർ ഗോ ത്രൂ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് ഇതിൽ നിന്ന് എടുത്തേക്കാം. ഞാൻ ചൈൽഡ് കാണുന്നുണ്ട്. ഓക്കെ, ലവേഴ്സ് എനർജി ആൻഡ് മെച്ചുവേർഡ് വുമൺ. അവർ നിങ്ങളെ കാണുന്നത് ആക്ച്വലി വളരെ മെച്ചുവേർഡ് ആയിട്ടാണ്. അതായത് സഡൻ വെൽത്ത് എന്ന് കാണുന്നുണ്ട്, ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. സോ എവിടെയോ മേ ബി അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായി കാണാം. എന്തെങ്കിലും അവരൊരു കുറച്ച് പണത്തിന് വേണ്ടി എന്തെങ്കിലും എക്സ്പെക്റ്റേഷൻ. അതാ ഞാൻ പറയാം, അവരെന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടും എന്ന് വിചാരിച്ച് കാണാം. നിങ്ങളുടെ അടുത്ത് നിന്നല്ല. ഓക്കെ, ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഗിഫ്റ്റായിട്ട് എടുക്കേണ്ട. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, അവർക്ക് എവിടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, എന്തോ കിട്ടാനുണ്ട് എന്ന രീതിക്ക്. മേ ബി ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവർക്ക് ഫാമിലിയുടെ എന്തെങ്കിലും പണം നമുക്ക് കിട്ടില്ലേ, ചിലപ്പോൾ അങ്ങനത്തെ വല്ലതും കിട്ടാൻ. ഇത് ഫൈനാൻഷ്യലാണ് എനിക്ക് കാണുന്നത്. അവർക്കൊരു കുറച്ച് പണത്തിൻ്റെ മേ ബി ആവശ്യമുണ്ടാവാം. അതായിരിക്കാം, അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരിക്കാം. എന്തെങ്കിലും പണത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അവർക്ക് വന്നുപെട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിലവർ ഒരല്പം സ്ട്രെസ്ഡ് ഔട്ടാണ്. ഓക്കെ, അവർ വിചാരിച്ച പോലെ എത്തിയും കിട്ടിയിട്ടില്ല. അതാണ് മെയിൻ കാര്യം. ഓക്കെ, അവർ വിചാരിച്ച കാര്യം നടന്നിട്ടില്ല, അവർ പ്രതീക്ഷിച്ച കാര്യം കിട്ടിയിട്ടില്ല. കൺസേൺ ജേണി എല്ലാം കൺസേണിങ് ആണ് കാണുന്നത്. കുറച്ച് അവർക്കൊരു സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ എവിടെയോ ഉണ്ടായിരുന്നു, അത് നടന്നിട്ടില്ല. അവർ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ കുട്ടികളെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അതാ ഞാൻ നേരത്തെ ഫാമിലിയുടെ പറഞ്ഞു. സോ മേ ബി ഫാമിലി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാനായിരിക്കാം. അതിനുള്ള മേ ബി പണം ഒത്തു കാണില്ല. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അഗെയിൻ അവരെ ലൈഫിൽ ആരും അവരെ ചീറ്റ് ചെയ്ത തരത്തിൽ മേ ബി പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞു, പക്ഷെ കൊടുത്തില്ല. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു, അത് നല്ലതായിരുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പും ആവാം. ഓക്കെ, തേർഡ് പാർട്ടി അങ്ങനത്തെ റിലേഷൻഷിപ്പ് വേറെ ആവാം. സോ എവിടെ ഒരു ഫോൾസ് പേഴ്സണുമായിട്ട്, അതായത് അവരുടെ ലൈഫിൽ ഒരു കാർമിക് ഒരു സിറ്റുവേഷൻ നടന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇവിടെ ലവേഴ്സ് എനർജി ഉണ്ട്. ലവേഴ്സ് എനർജി ആൻഡ് മെച്ചുവേർഡ് വുമൺ. അവർ ആക്ച്വലി അവരുടെ ചോയ്സ് ശരിക്കും നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ ഏറ്റവും മെയിൻ പേഴ്സൺ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ മേ ബി അവരുടെ പാരൻസ് ആരെങ്കിലും കൺസേൺ എന്തെങ്കിലും ഉണ്ടാവാം. ഓക്കെ, ബട്ട് ഇവിടെ മെച്ചുവേർഡ് വുമൺ എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതലും നിങ്ങളെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം വുമൺ ആവണമെന്നില്ല, ലേഡീസ് ജെൻസ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയെടുക്കൂ. മെച്ചുവേർഡ് പേഴ്സൺ എന്ന രീതിക്ക് അവരുടെ ലൈഫിൽ ഐ തിങ്ക് നിങ്ങളിപ്പോൾ വളരെ മെച്ചുവേർഡായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എവിടെയോ അവരുടെ ചിന്തകളിൽ അവർക്ക് പ്രശ്നങ്ങളോ സ്ട്രെസ്സോ ഒക്കെ ഉള്ളപ്പോഴും എവിടെയോ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അവർക്കൊരു നല്ലൊരു ഫീലിംഗ് വരുന്നത്. ഓക്കെ, നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലും അവരുടെ ചിന്തകളിൽ നിങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ അവർക്ക് അനുഭവിക്കുന്ന സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കാരണം ഐ തിങ്ക് മേ ബി അവർ കുറച്ച് ക്വയറ്റായിരിക്കാം. ഓക്കെ, ഇവിടെ ഒരു സാഡായിട്ടിരിക്കുന്ന രീതി കാണുന്നുണ്ട്. സോ മേ ബി എവിടെയോ കുറച്ചൊരു വിഷമം ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ ഒരു മേ ബി ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ അവരുടെ ലൈഫിൽ എന്ത് നടന്നാലും എവിടേക്കോ നിങ്ങൾ അവരുടെ ലൈഫിലുണ്ട്, അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, ബ്ലെസ്ഡ്. റിലീസ് ദം വിത്ത് ലവ്, റിഫ്രെയിൻ ഫ്രം സീക്കിംഗ് റിവെഞ്ച് ആൻഡ് ബ്ലെസ്സിങ്സ് വിൽ ഫോളോ യു. ഇപ്പോൾ അവർ സപ്പോസ് ഒരു തേർഡ് പാർട്ടി ആണ്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച് പോയി, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് നിങ്ങളവരെ ബ്ലസ് ചെയ്ത് പറഞ്ഞേക്കാനാണ് പറയുക. അതായത് ഫൊർഗീവ് ചെയ്ത് വിടുക. ഓക്കെ, അവർക്ക് ഫൊർഗീവ്നെസ് കൊടുക്കുക. അവരെന്തെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കാം. ഓക്കെ, ആൻഡ് ബ്ലെസ്സിങ്സ് വിൽ, നിങ്ങൾ തിരിച്ചവരെ ഒന്നും ചെയ്യാനൊന്നും നിങ്ങൾ ചിന്തിക്കരുത് എന്നാണ് പറയുന്നത് കേട്ടോ. ഗ്രേറ്റ്ഫുൾ, ഇഫ് ഐ ഹാഡ് നെവർ ക്രോസ്ഡ് പാത്സ് വിത്ത് യു മൈ ലൈഫ് വുഡ് ഫോർ എവർ ആക്ച്വലി ഓക്കെ, അത് ഞാൻ പോട്ടെ. ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്നുണ്ട്. അവർക്ക് ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ട് അവരെ തന്നെ കരുതുന്നുണ്ട്. എന്നിട്ട് അവർ ആക്ച്വലി എവിടെയോ ബ്ലെസ്ഡ്, രണ്ട് കണക്ഷൻ വന്നു. അതുകൊണ്ടാണ് എവിടെയോ അവർ കരുതുന്നുണ്ട്. എന്നിട്ട് അവരുടെ ലൈഫിൽ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഓക്കെ, അവർക്ക് എപ്പോഴും ഒരു അപൂർണത ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് അവർ പൂർണ്ണമായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. എവിടെയോ നിങ്ങൾ അവരെ ശരിക്കും പൂർണ്ണമാക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിനവർക്ക് ഒരുപാട് ദൈവത്തിനോട് അവർക്ക് നന്ദിയുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ അവർ കാണുന്നത് ഒരു മെച്ചുവേർഡ് സ്ഥാനത്താണ്. അതായത് നിങ്ങളവരെ ഹാൻഡിൽ ചെയ്യുന്നത്, നിങ്ങളവരെ എവിടെയോ മേ ബി നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് മാറ്റങ്ങൾ വന്ന് കാണാം, അല്ലെങ്കിൽ വരുത്താൻ ശ്രമിക്കൂ. ഓക്കെ, ട്രസ്റ്റ്, ഐ പ്രോമിസ് യു ഐ വോണ്ട് ഗിവ് അപ്പ്. ഐ ഹാവ് നോ ഐഡിയ വാട്ട്സ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ് റൈറ്റ് നൗ ബട്ട് ഐ സ്റ്റിൽ ട്രസ്റ്റ് യു. യെസ്, കണ്ടു, അവരുടെ ലൈഫിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് വരുന്നുണ്ട്, എന്തൊക്കെയോ ഫേസ് ചെയ്യുന്നുണ്ട് അവർ. അത് നമ്മളെ ബോദർ ചെയ്യുന്ന കാര്യം നിങ്ങൾ ഒരുപാട് അതിലേക്ക് അങ്ങനെ ഇതാകാതിരിക്കാം. കൂടുതൽ ചിന്തിക്കാൻ പോകണ്ട, അത് യൂണിവേഴ്സിന് വിട്ടു കൊടുക്കൂ. അവരനുഭവിക്കാനുള്ളത് ചിലത് അവരുടെ കർമ്മയാണ്. ഓക്കെ, സോ അതിന് യൂണിവേഴ്സിന് വിട്ടു കൊടുത്തേക്കൂ. നിങ്ങൾ ആക്ച്വലി അവർ നിങ്ങളോട് പറയുന്നത് അവരുടെ ലൈഫിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിൽ അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് അവരെയും ട്രസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അവരുടെ ലൈഫിൽ നിങ്ങൾ ഒരു പ്രോമിനൻറ്റ് ഒരു പാർട്ടാണ്. ഓക്കെ, ഒരു മെയിൻ പാർട്ടാണ്. ആൻഡ് അവർക്ക് നിങ്ങളെ അത്രയും ട്രസ്റ്റുമാണ്, നിങ്ങളെ വിശ്വാസമാണ്, നിങ്ങൾ അവരുടെ ലൈഫിലുള്ളത് അവർക്കൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് അവർ കാണുന്നത് എന്നൊക്കെയാണ്. ഓക്കെ,
പ്രൊഫൗണ്ട്, യു ആർ അൺഫോർഗറ്റബിൾ, യു ഹാവ് ലെഫ്റ്റ് എ പെർമനൻറ്റ് മാർക്ക് ഓൺ മൈ സോൾ. സി, നിങ്ങൾ ഒരിക്കലും അവരെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഓക്കെ, അവരുടെ സോളിൽ നിങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളെ മറക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾ അത്ര അവരുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് അവർക്ക് കെയർ കൊടുത്തിട്ടുണ്ടാവാം, സ്നേഹം കൊടുത്തിട്ടുണ്ടാവാം. നിങ്ങൾ നിൽക്കുന്ന പോലെ വേറെ ആരും വരില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കില്ല. ഓക്കെ, മാരേജ്, സക്സസ്ഫുൾ മാരേജ് റിക്വയർസ് ഫോളിങ് ഇൻ ലവ് മെനി ടൈംസ് ഓൾവേസ് വിത്ത് ദ സെയിം പേഴ്സൺ. ഓക്കെ, ഇത് ഒന്ന് ഞാൻ പറഞ്ഞ നേരത്തെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ, അതായത് നിങ്ങൾ മാരേജ് ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ കുറിച്ചായിരിക്കാം ഇത് ചിന്തിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ റീഡിങ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത് ഒരു സക്സസ്ഫുൾ മാരേജ് വരാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സെപ്പറേഷൻ വരും, ഇടയ്ക്ക് പിണക്കം വരും, വഴക്ക് വരും, പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടാൻ കഴിയുമ്പോഴാണ് നമുക്കൊരു മാരേജ് സക്സസ്ഫുൾ ആവുക എന്നാണ് പറയുന്നത്. അല്ലാത്തവർക്ക്, ഇപ്പം നിങ്ങൾ മാരീഡ് അല്ല, നിങ്ങൾ ഹസ്ബൻഡോ വൈഫിനോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അവരും പറയുന്ന അതാണ്. നമ്മളൊരു മാരേജ് എന്ന് പറയുന്നത് തന്നെ ഒരാളെ തന്നെ വീണ്ടും വീണ്ടും സ്നേഹിക്കുക. അതായത് എത്ര വണക്കം വന്നാലും എത്ര പ്രശ്നങ്ങൾ വന്നാലും വീണ്ടും ആ ഒരേ വ്യക്തിയെ തന്നെ നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അവരെ തന്നെ വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടാൻ സാധിക്കുക. അതാണ് മാരേജിന് വേണ്ടത് എന്നാണ് പറയുന്നത്. ബൗണ്ടറീസ്, വി ഓണർ ബൗണ്ടറീസ് ഇൻ അവർ ലവ്, ഫോസ്റ്ററിങ് എ സേഫ് ആൻഡ് കോസി സ്പേസ് ഫോർ ബോത്ത് ഓഫ്. ഐ തിങ്ക് നിങ്ങളിപ്പോൾ അവർക്ക് സ്പേസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവരെ ചേസ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ അവരെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ച് അവരെ ഇതാക്കാൻ പോകുന്നില്ല. മേ ബി ഇത് ഐ ഡോണ്ട് നോ എന്തെങ്ങനെ റീഡിങ് വന്നെന്ന് എനിക്കറിയില്ല. സോ നിങ്ങളിൽ ഒരു മാറ്റങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, എന്തെങ്കിലും അവരിപ്പോൾ സപ്പോസ് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ ഐ തിങ്ക് നിങ്ങൾ ഓക്കെ ഇരുന്നോളൂ എന്ന് പറയുന്ന തരത്തിലാണ് എനിക്ക് തോന്നുന്നത്. അൺകണ്ടീഷണൽ ലവ് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, അതിൻ്റെ ആയിരിക്കാം. ഓക്കെ, സോ ഇവിടെ ബൗണ്ടറീസ് പറയുന്നുണ്ട്. ആ ബൗണ്ടറി, ഓക്കെ, അതായത് നിങ്ങൾ പരസ്പരം എപ്പോഴും ഒരു ബൗണ്ടറി വേണം അല്ലേ. നമ്മൾ ഒരുപാട് ഒരാളെ ഇങ്ങനെ കുറച്ച് സ്പേസ് ഒക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് രണ്ടുപേർക്കും, നിങ്ങൾക്കായാലും അവർക്കായാലും ഓക്കെ ഒരു മിസ്സിങ് എനർജിയൊക്കെ അപ്പോഴാണ് വരിക. നിങ്ങൾ ഒത്തിരി ഡിസ്റ്റൻസ് എപ്പോഴും നല്ലതാണ്. ഓക്കെ, ഡെസ്റ്റിനി, ഐ കാൺട്ട് ബിലീവ് ഫൈൻഡിങ് യു ഇസ് ലൈക്ക് എ മിറക്കിൾ, ഐ നോ ഐ ഹാവ് ടു ബി ദ വൺ ടു മേക്ക് ദ ഫസ്റ്റ് മൂവ്. ഇപ്പോൾ അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ യെസ്, അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അതൊരു ഭാഗം, തേർഡ് പാർട്ടി ഉണ്ടാവാം, എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ. സോ ബട്ട് അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് ആഗ്രഹം. ആൻഡ് അവർക്കറിയാം ആക്ച്വലി നിങ്ങൾ തമ്മിലൊരു ഡെസ്റ്റൈൻഡ് ആണ് കണക്ഷൻ എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ആ കണക്ഷൻ, സോൾ കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, പിന്നെ ഇനിയും വേണോ കാർഡ്സ്? ആവശ്യമില്ല. ബട്ട് ഓക്കെ, സെക്യൂരിറ്റി, യു ആർ ടു ഗുഡ്, ഹി ഈസ് ഇൻസെക്യൂർ. ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഇൻസെക്യൂർ ആണ്. അതായത് അവർക്ക് അവനവനെ കുറിച്ചുള്ള ഒരു എന്തൊക്കെയോ തോന്നുന്നുണ്ട്. എന്നിട്ട് അവർ പോരാ, അല്ലെങ്കിൽ അവർ മേ ബി അവർ ഈ പണത്തിൻ്റെ കാര്യത്തിലൊക്കെ ആയിരിക്കാം, ഫൈനാൻഷ്യലി അവർക്ക് എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലി എന്തൊക്കെയോ അവർക്കുള്ളിൽ ഒരു പോരായ്മയുടെ ഫീലിംഗ് അവർക്കുണ്ട്. അവർ ഇൻസെക്യൂർ ആണ്. ഓക്കെ, അല്ലാതെ നിങ്ങളുടെ പ്രശ്നമല്ല ഇത് എന്നാണ് പറയുന്നത്. ലിബറേറ്റിംഗ്, യു കാൺട്ട് ഹീൽ എ ടോക്സിക് ലവർ, റിയലൈസിങ് ദാറ്റ് യു വിൽ ഫൈൻഡ് ഫ്രീഡം. സി, നിങ്ങൾക്ക് ഇത് ടോക്സിക് ലവർ എന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരല്പം ടോക്സിക് സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം അവരെ ശരിയാക്കാനോ ബെറ്റർ ആക്കാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കില്ല. ഓക്കെ, നിങ്ങളത് വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് ഒരു ഫ്രീഡം കിട്ടുള്ളൂ. അവർ ശരിയാവുന്ന ഞാൻ പറഞ്ഞില്ലേ, യൂണിവേഴ്സിന് വിട്ടു കൊടുക്കുക, അത് യൂണിവേഴ്സ് നോക്കിക്കോട്ടെ അവരുടെ കാര്യങ്ങൾ. ആൻഡ് പെർവേസീവ്, ഐ കാൺട്ട് സ്റ്റോപ്പ് മിസ്സിങ് ഹർ ഈവൻ വെൻ ഐ സ്ലീപ്പ്, ഐ സീ ഹർ ഇൻ മൈ ഡ്രീംസ്. സി, നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളെ സ്വപ്നം കാണുന്നു, ഹർ ഹിം ഒക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്വപ്നത്തിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട്. ഓക്കെ, സോ യെസ്, നിങ്ങൾ തമ്മിലുള്ള ഡെസ്റ്റൈൻഡ് കണക്ഷൻ ആണ്. യെസ്, ഇപ്പോൾ ചെറിയ സിറ്റുവേഷൻസ് നടക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെ ആവാൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു കാര്യം ചെയ്യുക, യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. ഓക്കെ, എന്ത് തന്നെ നടക്കുന്നുണ്ടെങ്കിലും ശരി, അത് നിങ്ങളെ ബാധിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവും, പക്ഷേ അതിൽ നിങ്ങൾ ഇടപെടാൻ പോയിട്ട് ശരിയാവില്ല. ഇടപെടാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറ്റി, എന്താണ് കാര്യം എന്നൊക്കെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് കൂട്ടുകയുള്ളൂ. അപ്പോൾ സമയം കൊടുക്കുക, സ്പേസ് കൊടുക്കുക. അവരെന്താണെന്ന് വെച്ചാൽ അവർ ഡീൽ ചെയ്യട്ടെ എന്ന് വിചാരിക്കാം. അത് നിങ്ങളെക്കുറിച്ചാണെന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നിങ്ങളെല്ലാ പ്രശ്നം, നിങ്ങളെല്ലാ പ്രോബ്ലം, ഓക്കെ, നിങ്ങളെക്കുറിച്ചോ നിങ്ങളെല്ലാ ഇഷ്യൂ ഇവിടെ, അവരുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ലൈഫിലുള്ള വ്യക്തികൾ, അവരുടെ ലൈഫിൻ്റെ സിറ്റുവേഷനാണ് പ്രശ്നം. ഓക്കെ, അത് നിങ്ങളെ ഒരിക്കലും നിങ്ങളെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവനവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അത് ചെയ്യാതിരിക്കാം. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ മെയിൻ പേഴ്സൺ തന്നെയാണ്, അത് വിശ്വസിക്കൂ. ഓക്കെ, പക്ഷെ അത് കാണിക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾ മെച്ചുവേർഡായിട്ട് ഇപ്പം നിൽക്കണം. ഓക്കെ, അവർ നിങ്ങളോട് സംസാരിക്കാത്ത സമയത്ത് നിങ്ങൾ ആ സ്പേസ് കൊടുക്കുക. ഓക്കെ, അവർ ശരിയായിട്ട് വന്നോളും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലാണ് വേണ്ടത്. ഓക്കെ, സോ നമുക്ക് വരുമെന്ന് കാണുന്നുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.